റെസ്പെക്റ്റഡ് ചെയർ, സുഹൃത്തുക്കൾ, സമയപരിമിതി ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രബന്ധത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ സാമാന്യേന വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലെ ദളിത് വ്യവഹാരത്തെ സംബന്ധിച്ച് പ്രബലമായ ഒരു ധാരണ ഇന്ത്യയിലെ മറ്റ് ഭാഷകളിൽ നിന്ന് ഭിന്നമായി മലയാളത്തിലെ ദളിത് വ്യവഹാരം വളരെ ദുർബലമാണെന്നും അതൊട്ടൊക്കെ ഇടതുപക്ഷ ചിന്തകളുടെ മാർക്സിസത്തിൻ്റെയൊക്കെ ഭാഗമായാണ് നിലനിൽക്കുന്നത്. ആഘോഷിക്കപ്പെടുന്ന വലിയ ലിറ്റററി ഫിഗേഴ്സൊന്നും മലയാളത്തിൽ നിന്ന് ദളിതർക്കിടയിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും രാഷ്ട്രീയമായി തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ദളിതർ കൈവരിച്ച ഒരു മുൻകൈ പോലും കേരളത്തിലെ ദളിതർ കൈവരിച്ചിട്ടില്ല എന്നതും കേരളത്തിലെ ദളിത് വ്യവഹാരത്തെ സംബന്ധിച്ച് ദേശീയമായി കേരളത്തിനകത്തും നിലനിൽക്കുന്ന ഒരു ധാരണയാണ്. കേരളത്തിലെ ദളിത്, ഇന്ത്യയിലെ ദളിത് അമ്പക്കറേറ്റ് വ്യവഹാരങ്ങളിൽ പ്രത്യേകിച്ച് അക്കാഡമി രംഗത്ത് വളരെ പ്രഗത്ഭനായി നിൽക്കുന്ന ഗോപാൽ ഗുരു തന്നെ ഇങ്ങനെയൊരു അഭിപ്രായം രേഖപ്പെടുത്തി. അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദളിത് എന്ന കാറ്റഗറി തന്നെ ഒരു മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ് അല്ലെങ്കിൽ നക്സലൈറ്റ് ടെർമിനോളജിയുടെ ഭാഗമായാണ് കേരളത്തിൽ വ്യവഹരിക്കപ്പെടുന്നതെന്നും മാത്രവുമല്ല മാർക്സിസം പോലെ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയൊരു തത്വശാസ്ത്രത്തിൻ്റെ ജനപ്രിയമായ ബോധ്യമുള്ള ഒരു സമൂഹത്തിനകത്ത് അതിൻ്റെ സാങ്ഷൻ, അത് മുന്നോട്ട് വെക്കുന്ന ഇക്വാളിറ്റിയുടെ ഒരു സാങ്ഷൻ എപ്പോഴും പിന്തുടരാൻ കേരളത്തിലെ ദളിത് വ്യവഹാരം ബാധ്യസ്ഥമായിട്ടുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തുന്നു. ഇത് അദ്ദേഹത്തിന് മാത്രം കണ്ടെത്തലല്ല, കേരളത്തിലും പ്രത്യേകമായി എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ദളിത് വ്യവഹാരത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സ്ട്രക്ചറലായ ഫ്രിക്ഷനെ സംബന്ധിച്ചിട്ട്, അത് ഘടനാപരമായി നേരിടുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച്, ചരിത്രത്തിൽ അത് രൂപപ്പെട്ടതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് പറയുവാനാഗ്രഹിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ദളിതർ സ്വയം നവോത്ഥാന കാലഘട്ടത്തിൽ സ്വയം പേരിട്ട് വിളിച്ചൊരു ജനതയാണ്. പേരില്ലാത്ത മനുഷ്യരായിരുന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ അയ്യൻകാളി സാധുജനങ്ങളെന്ന് ഈ ജനതയെ അഭിസംബോധന പേരിടും. അത് ഒരു സുപ്രഭാതത്തിലിടുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞൊരു 20 വർഷത്തെ പലതരത്തിലുള്ള സാമൂഹിക അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സാധുജനങ്ങൾ എന്നൊരു പേര് അയ്യൻകാളി ദളിതർക്കുന്നത്. അതോടൊപ്പം തന്നെ പൊയ്കയിൽ അപ്പച്ചൻ്റെ ധീരമായ അനേകായിരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രബലമായ ക്രൈസ്തവ സഭകൾക്കകത്ത് നടത്തിയ നിരവധി യുദ്ധങ്ങളിലൂടെയും ബൈബിൾ കത്തിച്ചുകൊണ്ട് തന്നെ പുറത്തു വന്നിട്ട് അടിമസന്തതികളെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചരിത്രത്തെ സംബന്ധിച്ച് തന്നെ പുതിയൊരു ധാരണ മുന്നോട്ട് വയ്ക്കുന്നൊരു ചരിത്രം കേരളത്തിലെ ദളിതർ. ഞാൻ പറയുന്നത് നവോത്ഥാന ഘട്ടത്തിൽ സ്വയം പേരിട്ട് വിളിച്ച ഈ ജനത പിന്നെ എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരു ഇടക്കാലഘട്ടത്തിൽ അപ്രത്യക്ഷമായത് എന്നത് വളരെ ഗൗരവമായി അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതിലൊരു കാര്യം, കേരളീയ നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റായി നാം കാണുന്നത് ഈ കമ്മ്യൂണിറ്റി ഫോർമേഷൻ്റെ ഒരു ഘട്ടമാണ്. കേരളത്തിലെ എല്ലാ സമുദായങ്ങളും രൂപീകരിച്ചൊരു ചരിത്രം. ഇതിന് സമാന്തരമായി തന്നെ മറ്റൊരു കാര്യം നടക്കുന്നത്, ഒരു ആധുനിക സമൂഹത്തിന് ആവശ്യമായ ഐഡിയോളജി, ആശയലോകം നിർമ്മിക്കപ്പെടുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ആരംഭിക്കുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ. ഇത്തരം പ്രവർത്തനം, അതായത് ആധുനിക രീതിയിലുള്ളൊരു ചരിത്രം, ആധുനിക രീതിയിലുള്ള നോവൽ, ചെറുകഥ, സൗന്ദര്യശാസ്ത്രം, രാഷ്ട്രമീമാംസ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലഘട്ടം, ഈ സ്പാൻ ഓഫ് ടൈമിൽ തന്നെയാണ് കേരള ചരിത്രത്തിൽ ഫോം ചെയ്തത്. ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാക്കൾ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന പേരുകളെല്ലാം പിള്ളമാരും നായന്മാരുമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
ഞാൻ പറയുന്നൊരു കാര്യം അവർ പിള്ളമാരും നായന്മാരുമാണോ എന്നതല്ല, മറിച്ച് അവർ ഏത് തരം സോഷ്യൽ ടെൻഷനെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ സിദ്ധാന്തത്തെ രൂപീകരിച്ചത് എന്നത് മർമ്മപ്രധാനമായി വസ്തുനിഷ്ഠമായി അന്വേഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയുടെ തന്നെ സ്ട്രക്ചറലായൊരു പരിമിതി എന്ന് പറയുന്നത് അത് മുന്നോട്ട് വെച്ച നീതിബോധം എൻ്റെ സമുദായത്തിൻ്റെ, എൻ്റെ വീടിൻ്റെ ഉമ്മറം വരെയുള്ള നീതിബോധമാണ്. ആ നീതിബോധം അകത്തേക്ക് പോലും കടക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല എന്നതുകൂടി നമ്മുടെ മുന്നിൽ. ഞാൻ പറയുന്നത്, ഈഴവ കുട്ടികളെ സ്കൂളിൽ കയറ്റുമ്പോൾ അയിത്തം ഭയന്ന് ഓടിപ്പോകുന്ന നായർ കുട്ടികളും അതേ സ്കൂളിലേക്ക് തന്നെ പുലിയ കുട്ടികൾ പ്രവേശിക്കുമ്പോൾ അയിത്തം ഭയന്ന് ഓടിപ്പോകുന്ന ഈഴവ കുട്ടികളും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ നീതിബോധം എന്ന് പറയുന്നത് നാം ഇന്ന് വിചാരിക്കുന്നത് പോലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകേണ്ട ഒരു മൂല്യമായല്ല, മറിച്ച് എൻ്റെ സമുദായത്തിന് മാത്രം ലഭ്യമാകേണ്ട, അതും എൻ്റെ സമുദായത്തിൻ്റെ എൻ്റെ ഉമ്മറം വരെ വരേണ്ട ഒരു സംഗതിയായിട്ടാണ് പലപ്പോഴും ഇത് വർക്ക് ചെയ്തിരുന്നത് എന്ന് നമ്മൾ കാണണം. അങ്ങനെ ഈ സമുദായത്തിനകത്തെ ടെൻഷനുകളാണ് യഥാർത്ഥത്തിൽ ഈ അവബോധ രൂപീകരണത്തിൽ പ്രധാനമായും പങ്കുവഹിച്ചത്. ഒരു ഉദാഹരണം പറയാം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയിൽ 84 പ്രസിദ്ധീകരിക്കപ്പെട്ട ആത്മകഥയിൽ ജാതിയെ കുറിച്ച് ഒരു ചാപ്റ്ററുണ്ട്. ആ ചാപ്റ്ററിൽ അദ്ദേഹം വിശദീകരിക്കുന്നൊരു കാര്യം കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിനകത്ത് നടന്ന ഒരു പിളർപ്പിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്തൊരു വിവാദമുണ്ടാകുകയും ഒരു നമ്പൂതിരിയെ പുറത്താക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്താൽ തിരിച്ചു വരാൻ പറ്റുമോ എന്ന വലിയൊരു വിവാദം രൂപം കൊള്ളുകയും അത്തരം വിവാദത്തിൽ ഒരു പുരോഗമന പക്ഷമുണ്ടെന്നും ഞാൻ ആ പുരോഗമന പക്ഷത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് പ്രധാനമാണെന്നും EMS വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ കേരളത്തിലെ ഈ ജാതി എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ കീഴാളൻ്റെ മാത്രം പ്രശ്നമല്ലെന്നും മറിച്ചൊരു ആധുനിക സമൂഹമായി നമ്മൾ രൂപപ്പെടുന്ന ഘട്ടത്തിൽ രൂപപ്പെട്ട ആശയലോകത്തിൻ്റെ സംഘർഷ മേഖല എന്ന് പറയുന്നത് ഈ സാമുദായികതയുടെ അകത്തുള്ള സംഘർഷമായി. എന്നാൽ കീഴാള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച, അതായത് വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷ മേഖലയും മർമ്മപ്രധാനമായിരിക്കെ ആധുനിക കേരളത്തിൻ്റെ ആശയ രൂപീകരണ ഘട്ടത്തിൽ ഈ വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം പാടെ മറയ്ക്കപ്പെടുകയും സമുദായങ്ങൾക്കകത്തെ ആഭ്യന്തര സംഘർഷം ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനമായി മാറുകയും ചെയ്തതിലൂടെ ആധുനിക കേരളത്തിൻ്റെ ഭാവനയിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെട്ടൊരു വിഭാഗമായി, ഈ ജ്ഞാനശാസ്ത്രത്തിനകത്ത് ഇടമില്ലാത്തൊരു വിഭാഗമായി ദളിതർ മാറ്റപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ വ്യത്യസ്ത സമുദായ വിഭാഗങ്ങൾ തമ്മിലുള്ള ഇടപാടുകളുടെ ഒരു രാഷ്ട്രീയ സമൂഹവും കേരളത്തിൽ രൂപം കൊള്ളുന്നു. ഈ ഘട്ടത്തിൽ നിവർത്തന പ്രക്ഷോഭമടക്കമുള്ള ഘട്ടങ്ങളിൽ ഈ കേരളത്തിലെ ഈഴവർ വരെയുള്ള കമ്മ്യൂണിറ്റികൾ ഈ അധികാര പങ്കാളിത്തത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ പങ്കാളികളാകുമ്പോൾ ദളിതർ അതിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നു. ഇങ്ങനെ രൂപം കൊള്ളുന്ന ഘടനാപരമായ ഒരു രാഷ്ട്രീയ സമൂഹവും രൂപം കൊള്ളുന്ന ഒരു വൈജ്ഞാനിക ലോകത്തിൽ, ഈ രണ്ട് ലോകത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു വിഭാഗമായാണ് ആധുനിക കേരള ചരിത്രത്തിൽ ദളിതരുടെ ഒരു പങ്കിനെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ തുടർച്ചയിൽ ഈ ഒരു സ്ട്രക്ചറലായ ഇതിൻ്റെ ഒരു തുടർച്ച സൃഷ്ടിച്ച ജനകീയ പ്രക്ഷോഭങ്ങളും ബഹുജന പ്രക്ഷോഭങ്ങളും ഒക്കെ ആണ് കേരളത്തിലെ ആധുനിക ദേശീയ പൗരനെ സൃഷ്ടിച്ചെടുത്തത് നമ്മൾ കാണണം. അങ്ങനെ കേരളത്തിൻ്റെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ജനാധിപത്യപരമായിട്ടുള്ള, മതേതരനായിട്ടുള്ള ആധുനിക ദേശീയ പൗരൻ ആരെന്ന് ചോദിച്ചാൽ കേരളത്തിലെ സവർണ പുരുഷനായി മാറുന്നതിൻ്റെ വളരെ വ്യക്തമായൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു സ്ട്രക്ചറിനെ, ഇത് വളരെ സ്ട്രക്ചറലായി തന്നെ രൂപം കൊണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സ്ട്രക്ചറിനകത്താണ് കേരളത്തിലെ ദളിതർ പൂർണ്ണമായും അപ്രസക്തരാവുകയോ അദൃശ്യരാകുകയോ ചെയ്തിരിക്കുന്നത് നമ്മൾ കാണണം. 40കളിലും 50കളിലും ഒന്നും ഞാൻ ദളിതൻ, ഞാൻ പട്ടികജാതിക്കാരൻ എന്നൊരു വാക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിൻ്റെ കാരണം ഇവർ പരിപൂർണമായും നമ്മൾ ആധുനിക കേരളീയ സമൂഹം സൃഷ്ടിച്ച സോഷ്യൽ ഇമാജിനേഷനകത്ത് നിന്ന് തന്നെ റദ്ദ് ചെയ്യപ്പെട്ടവരായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ശൂദ്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഈ ആധുനികമായ ഒരു ജ്ഞാനവ്യവസ്ഥ രൂപം കൊള്ളുന്നു, ഒരു ചരിത്ര ബോധ്യം രൂപം കൊള്ളുന്നതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ സമൂഹം നിലനിന്നത് എന്നതുകൊണ്ടാണ് EMS അടക്കമുള്ളവർ എഴുതിയ ചരിത്ര പുസ്തകങ്ങളിൽ പോലും ഈ ദളിത് റിനൈസൻസ് മൂവ്മെൻറ്റ് അപ്രത്യക്ഷമായിരിക്കുന്നു. അയ്യൻകാളി അപ്രത്യക്ഷമായി. അങ്ങനെ അയ്യൻകാളിയോ അപ്പച്ചനോ ദളിത് റിനൈസൻസ് മൂവ്മെൻറ്റോ ഇല്ലാത്ത ഒരു കേരളത്തെയാണ് ആധുനിക കേരളം ഭാവന ചെയ്തെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ വളരെ കൃത്യമായും സ്ട്രക്ചറലായി രാഷ്ട്രീയമായി
നിർവീര്യരാകുകയും അസ്ഥിരപ്പെടുകയും അതോടൊപ്പം തന്നെ സോഷ്യൽ ഇമാജിനേഷനിൽ ആബ്സെൻ്റ് ആയിരിക്കുകയും ചെയ്ത ഒരു ജനതയുടെ തിരിച്ചു വരവാണ്, അവരുടെ രണ്ടാം ഘട്ടത്തിലുള്ള തിരിച്ചുവരവാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ ദളിത് വ്യവഹാരത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായി. ഇതിനകത്ത് രണ്ടാമത്തെ ഒരു പോയിന്റ്, രണ്ടാമത്തെ ഈ തിരിച്ചുവരവിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ഒരു ദളിത് വ്യവഹാരം കേരളത്തിൽ രൂപം കൊള്ളുമ്പോൾ ഈ വ്യവഹാര നിർമ്മിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്വത്വ നിർമ്മിതി എന്ന് പറയുന്നത് രണ്ടും ഇന്റർലിങ്ക്ഡായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വത്വം എന്നൊക്കെ പറയാൻ വലിയ പ്രശ്നമാണ്. ഇതെന്തോ ചരിത്രത്തിൽ നിന്ന് ഗിവണായ വെറുതെ ഇങ്ങോട്ട് കിട്ടിയ ഒരിക്കലും മാറ്റമില്ലാത്തൊരു സത്തയെക്കുറിച്ചല്ല ദളിത് സ്വത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് നിരന്തരമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിക്കമിംഗ് ആണ് ദളിത് സ്വത്വം എന്നത് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ഒരു ചരിത്രഘട്ടത്തോട് സമ്മതിക്കുന്നതിന് ജ്ഞാനപരമായി സമ്മതിക്കുന്നതിൻ്റെ ഒരു ഘട്ടം 60കളിൽ കേരളത്തിൽ രൂപം കൊണ്ടു. കേരളത്തിലെ ഒരു പ്രശ്നം ഈ 60കളിൽ രൂപം കൊണ്ട ആധുനികാനന്തരമായ ഒരു ദളിത് വ്യവഹാരത്തിൻ്റെ മൗലികമായ നേരിട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഒന്ന് ഈ മാർക്സിസം പോലെയുള്ള സർവ്വവ്യാപിയായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുള്ള ഒരു സിദ്ധാന്തത്തിൻ്റെ ജനപ്രിയ രൂപങ്ങൾ, ഒരു സാന്നിധ്യം ഒരു വലിയ പ്രശ്നമായി തന്നെ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, ഡോക്ടർ അംബേദ്കറോട് അതിവിദൂരസ്ഥമായ ബന്ധം മാത്രമാണ് കേരളം പോലൊരു സമൂഹത്തിന് ഉണ്ടായിരുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അംബേദ്കർ ഇവിടെ ശ്രീലങ്കയിൽ ലോക മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരൊറ്റ മനുഷ്യൻ പോലും, കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പോയി അംബേദ്കറെ കാണുകയോ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരികയോ ചെയ്യുന്നില്ല. തികച്ചും അജ്ഞാതമായൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നിയമമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ വരുമ്പോഴും ഈ പറഞ്ഞ ഒരു ദളിത് ക്രിസ്ത്യൻ സംഘം മാത്രമാണ് അംബേദ്കറെ പോയി കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ അംബേദ്കർ മറയ്ക്കാൻ അംബേദ്കർ അജ്ഞാതമായിരുന്നൊരു ഭൂഖണ്ഡമായിരുന്നു കേരളമെന്ന് നാം കാണേണ്ടത്. മറിച്ച് കേരളത്തിലെ ദളിതർക്കിടയിൽ നിന്നും ആധുനിക വിദ്യാഭ്യാസം നേടിയ ആധുനിക ജ്ഞാനവ്യവസ്ഥയുമായി സംവദിക്കാൻ കെൽപ്പുള്ള ഒരു തലമുറ ഉയർന്നു വന്നപ്പോഴാണ് അംബേദ്കർ കേരളത്തിലേക്ക് ആനയിക്കപ്പെട്ടത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ അപ്പോഴും അംബേദ്കറുമായി അതിവിദൂരസ്ഥമായൊരു ബന്ധം മാത്രമാണ് കേരളത്തിലെ ഈ 70കളിലെ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് അവരുടെ എഴുത്തുകളിലൂടെയും അവരുടെ പ്രക്ഷോഭങ്ങളിലൂടെയും അവരുടെ പ്രസ്ഥാനങ്ങളുടെ നാമകരണങ്ങളിലൂടെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 60കളിലൊക്കെ തന്നെ മഹാരാഷ്ട്രയിലെ മറാത്തി ദേശീയ അവാർഡ്, സാഹിത്യ അവാർഡിന് അർഹമാകുന്ന വിധമുള്ള വലിയ ദളിതെഴുത്തുകാർ ഇന്ത്യയിൽ വാഴുന്നൊരു ഘട്ടത്തിലാണ് അധസ്ഥിത പ്രസ്ഥാനങ്ങളും ഹരിജൻ പ്രസ്ഥാനങ്ങളും ഒക്കെ കേരളത്തിൽ രൂപം കൊള്ളുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നടന്ന ഈ മുന്നേറ്റങ്ങളിൽ നിന്ന് ഭിന്നമായ ഒരു അനുഭവ മണ്ഡലത്തിലൂടെയാണ് കേരളത്തിലെ ദളിത് വ്യവഹാരം രൂപപ്പെട്ടു വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ അംബേദ്കറുമായി അതിവിദൂരസ്ഥമായ ബന്ധമുണ്ടായിരുന്ന ഈ പ്രസ്ഥാനം സ്വാഭാവികമായിട്ടും ഈ ഒരു കടന്നുകയറ്റത്തിലേക്ക്, ഒരു മുന്നേറ്റത്തിൽ, ഒരു പെനട്രേഷനിലേക്ക് അവർക്ക് കടന്നു പോകാൻ കഴിയാതെ വന്നതിൻ്റെ ഒരു പ്രശ്നം അംബേദ്കറുമായി ബന്ധപ്പെട്ട ഒരു വിദൂരസ്ഥത മാത്രമല്ല, മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സ്ട്രക്ചർ, അതായത് ദളിതരുടെ ഒരു റെപ്രസെൻറ്റേഷണൽ എൻട്രിയെ അസാധ്യമാക്കുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് മഹാപ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും 80കളിലും 70കളിലും ദളിതർക്ക് കേരളത്തിലെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോയത്. നാം ഒരു കാര്യം അറിയണം, കേരളത്തിലെ ചെറിയൊരു ലോക്കലിൽ മാത്രം രാഷ്ട്രീയ പാർട്ടിയുള്ള ഈ PC ജോർജോ അല്ലെങ്കിൽ അങ്ങനെ തോമസോ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ പാർട്ടികൾ ആൾക്കാർക്കെല്ലാം LDF-ലും UDF-ലും എൻട്രി കിട്ടുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കമ്മിറ്റി ഉണ്ടായിരുന്ന കല്ലറ സുകുമാരൻ ഒരിക്കൽ പോലും കേരളത്തിലെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിലേക്ക് എൻട്രി കിട്ടിയില്ല എന്നത് ഈ ഒരു സ്ട്രക്ചറിന്റെ പ്രശ്നമായി നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു അഭിപ്രായം, അതായത് ആധുനിക ദേശീയ പൗരന്റെ വാദമുഖങ്ങളോടായിരുന്നു കേരളത്തിലെ ദളിതർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത്. അതായത് കേവലമായൊരു സവർണ വിരുദ്ധതയോ സവർണ വിമർശനമോ ഒരിക്കൽ പോലും ഇവനെ പ്രതികൂട്ടിൽ നിർത്താൻ പ്രാപ്തമായിരുന്നില്ല. മറിച്ച് അവന്റെ ഭാഷ എപ്പോഴും ആധുനിക രാഷ്ട്രത്തിൻ്റെയും ആധുനിക പരിഷ്കരണത്തിൻ്റെയും ആധുനിക വിജ്ഞാനത്തിൻ്റെയും ഭാഷയിലാണ് ഈ പുതിയ സവർണത്വം യഥാർത്ഥത്തിൽ കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിനെ വിമർശനധേയമാക്കുവാൻ, അതിനെ മറികടക്കുവാനുമുള്ള പ്രത്യേകമായ ഒരു ഭാഷയും അതിൻ്റെ ഒരു വീക്ഷണവും കേരളത്തിന് ആവശ്യമായിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു ഫോർമേഷനാണ് കേരളത്തിൽ നടന്നത്. അതുകൊണ്ട് ഈ അന്യസംസ്ഥാനം നടന്ന വിപുലമായ മുന്നേറ്റങ്ങളെ കേവലമായ ഒരു കമ്പാരിഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ കേരളത്തിലെ ഈ അടഞ്ഞ വ്യവസ്ഥയെ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാതെ വരും. കേരളത്തിലെ ദളിതർ നടത്തിയ ധീരമായ വളരെ വിപുലമായ മുന്നേറ്റങ്ങളെ നമുക്കറിയാൻ കഴിയും. നിങ്ങൾ ഒരു കാര്യം കൂടി ഈ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, കല്ലറ സുകുമാരൻ എന്ന് പറയുന്നൊരു വ്യക്തിത്വമാണ്. നാം അറിയണം, അദ്ദേഹം കേരളത്തിൽ 70കളിൽ 10,000-കണക്കിന് അനുയായികളെ നയിച്ചുകൊണ്ട് കേരളത്തിലെ
കേരളത്തിലെ ദളിതർക്ക് വലിയൊരു അവയർനെസ്സിനെ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ വാക്കുകളും അസംബന്ധമാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമായിരുന്നു കേരളം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ നീക്കങ്ങളും യാതൊരു കാര്യവുമില്ലാത്ത കേവല ജാതിവാദമാണ് എന്ന് മുദ്രകുത്തി അദ്ദേഹത്തെ സോഷ്യൽ സ്പേസിൽ നിന്നും അകറ്റാനായിട്ട്, മാറ്റി നിർത്താനായിട്ട് കേരളത്തിൽ കഴിഞ്ഞിരുന്നു. ഇത് കഴിയാൻ കാരണം ഞാൻ പറഞ്ഞത് കല്ലറ സുമാൻ കേവലം ജാതി പറഞ്ഞതുകൊണ്ടായിരുന്നില്ല, മറിച്ച് കേരളത്തിലെ ആധുനിക പൗരത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ജാതിയെ വേർതിരിച്ചെടുത്ത് സംസാരിച്ചപ്പോൾ മാത്രമേ സംസാരിക്കാൻ അന്നത്തെ ദളിത് മൂവ്മെന്റ് കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമായി. ഇത് പിൽക്കാലത്താണ് 80കളിലെ പുതിയ അന്വേഷണങ്ങളാണ് ഇത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ ദളിത് രാഷ്ട്രീയമായൊരു ഭാഷ കൈവരിക്കുന്നത് കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണത്തെ വിമർശിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യത്തിലായി. അത് 80കളിൽ ആരംഭിക്കുന്ന പുതിയൊരു അവയർനെസ് ആയിരുന്നു. ഈ കേരളത്തിൽ നടന്ന ഈ ഭൂപരിഷ്കരണത്തെ വിമർശിച്ചുകൊണ്ട് കേരളത്തിലെ ദളിതർ ഉത്പാദിപ്പിച്ചൊരു ഭാഷ ഒരു പൊളിറ്റിക്കൽ ഭാഷയായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ഭാഷയ്ക്ക് മാത്രമേ അതിനെ വിമർശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കേവലമായ ഒരു ജാതി ഭാഷയ്ക്ക്, ജാതി വിമർശന ഭാഷയ്ക്ക് അതിനെ വിമർശിച്ച് കടന്നു പോകാൻ കഴിയുമായിരുന്നില്ല. മറിച്ച് കേരളത്തിലെ ദളിത് വ്യവഹാരം വളരെ വ്യക്തമായും ആ വിമർശനം വളരെ സമഗ്രമായി ഉന്നയിക്കുകയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തതിലൂടെ ഈ സാധാരണ നമ്മൾ പറയുന്ന വിധത്തിലുള്ള കേവലമായൊരു സവർണ അവർണ യുദ്ധത്തിനപ്പുറം രാഷ്ട്രീയമായൊരു ഭാഷ കൈവരിക്കുവാനായിട്ട് കേരളത്തിലെ ദളിതർക്ക് കഴിയുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ഈ പറയുന്ന ഈ പൊതുബോധമായി മാറിയിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സമുദായത്തിന്റെ ആഭ്യന്തര സംഘർഷത്തെ ദേശീയ വ്യാഖ്യാനമാക്കി മാറ്റുന്ന അഭിജാത വർഗങ്ങളുടെ പിളർപ്പുകളിൽ നിന്നും ഒരു വിഭാഗം സർവ്വസമയത്തും അധികാരത്തിൽ തന്നെ തുടരുന്ന ഈ ഒരു സംഗതിയെ, ഇതൊരു പൊതുബോധമായി നിൽക്കുന്ന കേരളീയ സമൂഹത്തിൽ അതിനെ പിളർത്തിക്കൊണ്ട് മാത്രമേ ദളിതർക്കൊരു മുന്നേറ്റം സാധ്യമാവുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആധുനികാനന്തരമായി കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ദളിത് വ്യവഹാരം ഈ പിളർപ്പ് സാധ്യമാക്കിയതിലൂടെയാണ് 90കളിൽ ഈ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചരിത്രത്തിൽ വീണ്ടും ഒരു പ്രത്യക്ഷപ്പെടൽ പോലെ 80കളിൽ ആരംഭിക്കുന്ന ഈ അന്വേഷണങ്ങൾ കേരളത്തിലെ പൊതുവ്യവഹാരത്തെ പിളർത്തുകയും അതിൻ്റെ ജാതീയമായ അടിസ്ഥാനങ്ങളെ തൊട്ടറിയുകയും ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ദളിതർക്ക് ഒരു പ്രത്യക്ഷത കൈവരിക്കാൻ കഴിഞ്ഞത്. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ എല്ലാ നവോത്ഥാന ഘടകങ്ങളെയും, അതായത് അയ്യൻകാളിയെയും പൊയ്കയിൽ അപ്പച്ചനെയും എല്ലാം വീണ്ടും വായിക്കുകയും പുതിയ അർത്ഥതലങ്ങളിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് കേവലമായി ദളിതർ കൈവരിക്കുന്ന കേവലമായ ഒരു അവബോധ പരിവർത്തനത്തിനപ്പുറം കേരളീയ സമൂഹം പൊതുവിൽ പങ്കിട്ടിരുന്ന ഒരു പൊതുബോധ നിർമ്മിതിയെ പിളർക്കുന്നതായിരുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട്. ഈ THP ചന്ദ്രാശ്ശേരിയുടെ വളരെ ചെറിയൊരു പുസ്തകമാണ് 79ൽ ഇറങ്ങിയ അയ്യൻകാളിയുടെ ജീവചരിതം. ഒട്ടനവധി പരിമിതികൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കേരളത്തിലെ മലയാളി ദേശീയ സ്വത്വത്തെ അപകടപ്പെടുത്തുകയും പിളർക്കുകയും ചെയ്യുന്നതിൽ ആ ചെറിയ പുസ്തകം വഹിച്ച പങ്ക് നിസ്സാരമല്ല എന്ന് നമ്മൾ കാണേണ്ടത്. അങ്ങനെ കേരളീയ സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുന്ന, അതിൻ്റെ ബോധ്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയണം ഒരു ദളിത് എൻട്രി സാധ്യമാകണമായിരുന്നുവെങ്കിൽ ഈ ഒരു പൊതുബോധ്യത്തെ പിളർത്തുന്ന ഒരു നിലപാടിലേക്ക് ഇതിന് വികസിക്കേണ്ടതുണ്ടായിരുന്നു. സ്വാഭാവികമായും കേരളത്തിൽ നേരിട്ട വളരെ ഗോപാൽ ഗുരു ഒക്കെ ഉന്നയിക്കുന്ന പോലെ കേരളത്തിലെ ദളിത് വ്യവഹാരം നേരിട്ട മർമ്മപ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഈ മാർക്സിസവുമായി ബന്ധപ്പെട്ട ചില വ്യവഹാരങ്ങളായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന രൂപത്തിലാണ് എപ്പോഴും മാർക്സിസം കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് ഭിന്നമായ ചില പരിഹാരങ്ങൾ മുന്നോട്ട് നിർദ്ദേശിക്കപ്പെടുന്നതിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഒന്ന്. രണ്ടാമതൊരു കാര്യം,